ദൈവദൂതന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച വീണുപോയ ദൂതന്മാരെ കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. വീണുപോയ ദൂതന്മാർ ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഭൂമിയിൽ മനുഷ്യരെ തെറ്റിച്ചത്, ആദമിനെയും അവയെയും തെറ്റിച്ചത് ലൂസിഫറും തന്നോടുകൂടി ഉണ്ടായിരുന്ന ദൂതന്മാരുമാണ്. അവരെ നരകത്തിലാക്കി അന്ധതമസിന്റെ ചങ്ങലയിട്ട് എന്നേക്കുമുള്ള വിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അതിനുശേഷം മനുഷ്യർ സന്തോഷമായി ഏദൻ തോട്ടത്തിൽ വസിക്കുമ്പോൾ അവരെ അധർമ്മ പ്രവൃത്തികളിലേക്ക് നയിക്കുവാൻ വേണ്ടി മറ്റു ചില ദൂതന്മാർ മുതിർന്നു. സ്വർഗത്തിലുണ്ടായിരുന്ന വാഴ്ചകളിലും അധികാരങ്ങളിലും പെട്ട ദൂതന്മാർ. അവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അവര് ഭൂമിയിൽ വരികയും മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു. അങ്ങനെ ഭൂമിയിൽ മല്ലന്മാരുണ്ടായി. ഈ മല്ലന്മാരെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ ജലപ്രളയം വരുത്തിയത്. എന്നാൽ ജലപ്രളയത്തിന് ശേഷവും ദൂതന്മാർ ഭൂമിയിലേക്ക് വന്നു. ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയ ചില ദൂതന്മാർ. അവരെ കുറിച്ച് പറയുന്നു, സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അവർ വന്നിട്ട് മനുഷ്യരെ അധർമ്മ പ്രവൃത്തികളിലേക്ക് നടത്തി. മനുഷ്യർ മോശമായ ജീവിത രീതിയിലേക്ക് മുന്നോട്ട് പോയി. അതിനുശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ കീർത്തിപ്പെട്ട പുരുഷന്മാർ, വീരന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള മല്ലന്മാരെയും വീരന്മാരെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഇസ്രയേലിനെ ദൈവം തിരഞ്ഞെടുത്തത്. എന്നിട്ട് ഇസ്രയേലിന് ദൈവം യുദ്ധങ്ങൾ കൽപ്പിച്ചാക്കിയത് അതിനു വേണ്ടിയായിരുന്നു. ഈ മല്ലന്മാരെ എല്ലാം കൊന്നുകളയാൻ വേണ്ടി ദൈവം യുദ്ധങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ ഈ മല്ലന്മാരിൽ അനേകരെ അവർ കൊന്നുകളഞ്ഞു. ബാശാൻ രാജാവായിരുന്ന ഓഗ് ഒരു മല്ലനായിരുന്നു. മോവാബിലെ രാജാവായിരുന്ന സീഹോൻ ഒരു മല്ലനായിരുന്നു. ഇവരെല്ലാം 9 അടിക്ക് മുകളിൽ ഉയരമുള്ളവരായിരുന്നു. 10 അടി ഒക്കെ ഉയരമുള്ള ആൾക്കാരായിരുന്നു. നിങ്ങൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം, അതിന്റെ 5-ാം വാക്യം തൊട്ട് വായിച്ചാൽ, അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് അവിടെ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവന് മനുഷ്യന്റെ കൈക്ക് 6 മുഴവും 1 ചാണും ഉയരം ഉണ്ടായിരുന്നു. കിട്ടിയോ വാക്യം? അതിന്റെ 5 തൊട്ടുള്ള വാക്യമല്ലേ? അവന് തലയിൽ 4-ാം വാക്യം വായിച്ചേ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോല്യാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. മറ്റ് ഭാഷാന്തരങ്ങളിൽ വായിച്ചാൽ 6 മുഴവും 1 ചാണും എന്ന് പറഞ്ഞിരിക്കുന്നത് 9.6 ഫീറ്റ് ആണ്. ഇപ്പൊ ഒരുത്തന്റെ ഉയരം നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. അവൻ മല്ലനായിരുന്നു.
ഒരിക്കൽ എൻ്റെ കൂടെ ഒരു മനുഷ്യൻ യാത്ര ചെയ്തു. 7.25 അടിയുള്ള ഒരു മനുഷ്യൻ. എനിക്ക് അവനെ കണ്ടപ്പോൾ ഭയം തോന്നി. എൻ്റെ അടുത്ത സീറ്റിലായിരുന്നത്. പുറകില് കോച്ചിലെ സീറ്റിൽ അവന് ഇരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നത്. അവിടെ തന്നെ സൈഡ് സീറ്റിലെ കാല് നീട്ടി വെച്ചായിരിക്കുന്നത്. കാല് മടക്കിയാൽ അവൻ ഇരിക്കത്തില്ല. 7.25 അടിയുള്ളവന്. അവൻ ബാത്റൂമിൽ പോയി കയറുന്ന കണ്ട നമുക്ക് അത്ഭുതം തോന്നി. കുനിഞ്ഞ് വളരെ വിഷമിച്ചാണ് കയറുന്നത്. അപ്പൊ 9.5 അടിയുള്ളവന്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. റാഫയിൽ ഗത്തില് രാമയ്ക്ക് ജനിച്ച 5 മക്കളുണ്ടായിരുന്നു. 5 പേരും മല്ലന്മാരായിരുന്നു. അതിലൊരുത്തനായിരുന്നു ഗോലിയാത്ത്. സമയ ചുരുക്കത്താൽ ഞാൻ വായിപ്പിക്കുന്നില്ല. ശമൂവേലിന്റെ 2-ാം പുസ്തകം 21-ാം അധ്യായം 18 തൊട്ടുള്ള വാക്യങ്ങൾ പിന്നീട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം. രാഫയ്ക്ക് ഉണ്ടായിരുന്ന 5 മക്കൾ, അതിലൊരുത്തനായിരുന്നു ഗോലിയാത്ത്. ബാക്കി 5 പേരും മല്ലന്മാരായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവരെ 5 പേരെ ഉദ്ദേശിച്ചായിരിക്കണം ദാവീദ് 5 കല്ലെടുത്തത്. ഓരോ കല്ല് ഓരോരുത്തന്. ഇവൻ ഇത്രയും വലിപ്പമുള്ള ഈ മനുഷ്യനെ ദാവീദ് എതിർപ്പെടാൻ പോകുമ്പോൾ ശൗലിന് വിശ്വാസമില്ലായിരുന്നു, ആർക്കും വിശ്വാസമില്ലായിരുന്നു. ശൗല് പറഞ്ഞു, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന ഇവൻ ആര്? ഞാൻ ഇവന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് അവന്റെ നേരെ ഓടിച്ചെന്ന് അവന്റെ പൂണിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി എറിഞ്ഞു. എറിഞ്ഞ കല്ല് അവന്റെ നെറ്റിയിൽ ചെന്നുകൊണ്ട് അവൻ കവിണ്ണു വീണു. കല്ല് നെറ്റിയിൽ കൊണ്ട് ശക്തിയായിട്ട് കൊള്ളുകയാണെങ്കിൽ പുറമോട്ടാണ് വീഴേണ്ടത്. പക്ഷെ കവിണ്ണു വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പുറകിൽ നിന്ന് ഒരു പ്രഹരം കൊടുത്തു കാണും. അതുകൊണ്ട് അവൻ മുന്നോട്ട് കവിണ്ണു വീണു. നിങ്ങൾ ശമൂവേലിന്റെ 2-ാം പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ ഈ രാഫയ്ക്ക് ജനിച്ച 5 മല്ലന്മാരെയും ഇസ്രായേൽ മക്കൾ ഓരോരുത്തർ തകർത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരെല്ലാം കൊന്നുകളഞ്ഞു. അതിനു വേണ്ടിയാണ് ഇസ്രായേൽ ചെയ്യാൻ അനുവദിച്ചില്ല. എന്നാൽ മല്ലന്മാരെ തട്ടിയാണ് ചെയ്തത്. പ്രത്യേകം ഓർത്തുകൊള്ളണം, ബൈബിളിൽ പഴയ നിയമത്തിൽ എവിടെ നോക്കിയാലും എസ്കലോൻ, അസ്തോദ്, ഗത്ത്, ഗസ, എക്രോൻ, ഈ 5 പട്ടണങ്ങൾ സാത്താന്റെ അധിനിവേശമുള്ള പട്ടണങ്ങളായി. അവിടെയുള്ള നേതാക്കന്മാരെയെല്ലാം പൈശാചികമായ ശക്തികൾ സ്വാധീനിച്ച് അവരെ ദൈവമക്കൾക്കെതിരായിട്ട് കൊണ്ടുവന്നിരുന്നു. സോർ രാജാവ്, മോബാബിയ രാജാവ്, ഇവരെല്ലാം ഈ മല്ലന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൽ ബാശാൻ രാജാവായ ഓഗിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാമെങ്കിൽ നല്ലതാണ്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം തൊട്ട് വായിച്ചാട്ടെ. ബാശാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. മല്ലന്മാരുടെ കൂട്ടത്തിൽ ബാശാൻ രാജാവായിരുന്ന ഓഗ് മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. ബാക്കി എല്ലാ മല്ലന്മാരെയും തകർത്ത് കളയാൻ വേണ്ടിയാണ് ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചത്. ആദ്യം മല്ലന്മാരെ തകർത്ത് കളയാൻ വേണ്ടിയാണ് ദൈവം ജലപ്രളയം വരുത്തിയത്. അതിന്റെ ശേഷവും ദൂതന്മാർ ഭൂമിയിലേക്ക് വന്നു. പിന്നീട് മല്ലന്മാരുണ്ടായി. അവരെ തകർക്കാൻ ഇസ്രായേലിനെ ഏൽപ്പിച്ചു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ വേർതിരിക്കുവാനും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഈ ദൂതന്മാരെ സന്തതികളെ ഇല്ലായ്മ ചെയ്യുവാനും ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പൗരോഹിത്യം നിയമിച്ചു. അത് അപര്യാപ്തമായി തീർന്നു. ന്യായപ്രമാണമുണ്ടാക്കി. അതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം പരാജയപ്പെട്ടപ്പോൾ ദൈവം തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു.
ധനികനായ ഒരു മനുഷ്യൻ തൻ്റെ വസ്തുവകകൾ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. മടങ്ങി വരുമ്പോൾ ഈ കുടിയാന്മാരെ തങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു. അവരെയും ഉടമസ്ഥന് വിരോധമായി പ്രവർത്തിച്ചു. ഉടമസ്ഥൻ ചില വേലക്കാരെ അങ്ങോട്ട് അയച്ചു. അവർ കല്ലെറിഞ്ഞു, ചിലരെ അടിച്ചു. മറ്റു ചിലരെ അയച്ചപ്പോൾ അവരെ കൊന്നുകളഞ്ഞു. അവസാനം യജമാനൻ പറഞ്ഞു, ഞാൻ എൻ്റെ പുത്രനെ തന്നെ അങ്ങോട്ട് അയക്കും, അവനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞു. പുത്രനെ അങ്ങോട്ട് അയച്ചു. അയച്ചപ്പോൾ അവർ പറഞ്ഞു, വരുവീൻ, ഇവൻ അവകാശി, ഇവനെ കൊന്ന് അവകാശം നമുക്ക് സ്വന്തമാക്കാം എന്ന് പറഞ്ഞു. ഈ കുടിയാന്മാരോട് ആ യജമാൻ എന്ത് ചെയ്യുമെന്ന് കർത്താവ് ചോദിച്ചു. ആ വല്ലാത്ത കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിച്ചിട്ട് തോട്ടം തനിക്ക് ബോധിച്ച വേറെ ആളുകളെ ഏൽപ്പിക്കും. ഇത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. ഭൂമിയാകുന്ന ഈ തോട്ടത്തെ ദൂതന്മാരെ ഏൽപ്പിച്ചിരുന്നു. അത് പിന്നീട് അവരെ മാറ്റി ആദമിനെ അവയെയുമാക്കി. അപ്പോഴും ഈ തോട്ടത്തിന്റെ അവകാശം സാത്താനും കൂട്ടരും കൈയാളുകയായിരുന്നു. പ്രവാചകന്മാരെ അയച്ചു, പുരോഹിതന്മാരെ അയച്ചു, രാജാക്കന്മാരെ അയച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ കൊന്നുകളഞ്ഞു. അവസാനം ദൈവത്തിന്റെ പുത്രനെ തന്നെ അയച്ചു. ഇവൻ അവകാശി, ഇവനെയും കൊന്നുകളയുക എന്നാണ് അവർ പറഞ്ഞത്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവളെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർപ്പാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അങ്ങനെ ദൈവിക വ്യവസ്ഥകൾക്കെതിരായി പ്രവർത്തിച്ച ഈ പൈശാചിക ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാൻ കർത്താവ് ലോകത്തിലേക്ക് വന്നു എന്ന് നാം പഠിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഓർക്കണം, ദൈവം പ്രത്യേകം വിളിച്ചു വേർതിരിച്ച ഇസ്രയേൽ ജനത, അവരെ മിസ്രയീമിൽ 400 സംവത്സരം അടിമകളായിട്ട് പാർക്കേണ്ടി വന്നു. 4ാം തലമുറക്കാരാണ് ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് മടങ്ങിപ്പോയത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ അവിടെ പീഡിപ്പിക്കാൻ കാരണമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പൈശാചികമായൊരു വലിയ പ്രവർത്തനമാണ് അവിടെ നടന്നത്. അവിടെ 10 ബാധകൾ ഉണ്ടായി. ഈ 10 ബാധകളും അവിടെയുള്ള പൈശാചിക ശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത പരിപാടികളായിരുന്നു. ഞാനത് വളരെ ചുരുക്കമായിട്ടൊന്ന് ഓർപ്പിക്കാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ പോകുമ്പോൾ 70 പേരാണ് പോയത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. യോസഫ് അതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 71 അല്ലെങ്കിൽ 72 ചിലയിടത്ത് എഴുതിയിട്ടുണ്ട്. ഇത്രയും ആളുകളെ ഉള്ളായിരുന്നു. എന്നാൽ അവരവിടെ ചെന്ന് വളരെയധികം പെരുകുവാനിടയായി തീർന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുത്താട്ട് അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ദാൻ, നഫ്താലി, അതല്ലേ? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം തൊട്ട് വായിച്ചാൽ മതി. യോസെഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു.
ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. നോക്കുക, അവിടെ ചെന്ന ജോസഫ്, അവന്റെ സഹോദരന്മാര് എല്ലാരും മരിച്ചു. ലേവി ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണാം, 4-ാം തലമുറക്കാരാണ് മോശയൊക്കെ വരുമ്പോൾ. അതൊന്ന് എടുത്തെങ്കിൽ വായിക്കുക. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. ലേവിയുടെ പുത്രന്മാർ ഗേർശോൻ, കെഹാത്ത്, മെരാരി. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിന്റെ മക്കൾ അഹരോൻ, മോശെ, മിരിയാം. 4-ാമത്തെ തലമുറയാണ് അഹരോൻ, മോശെ, മിരിയാം. അപ്പോൾ യാക്കോബ് അവിടെ പോയി അവന്റെ അടുത്ത 4-ാം തലമുറക്കാർ വരെ അവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷെ ഇവര് അത്യന്തം പെരുകി. ഇനി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അടുത്ത വാക്യം വായിക്കാം. അവര് ദേശം അവരെ കൊണ്ട് നിറഞ്ഞു എന്നാണ് നമ്മൾ വായിച്ചത്. അന്ന് ഈജിപ്തിൽ ആകെയുള്ളത്, ഈജിപ്തുകാർ അന്നത്തെ കണക്കനുസരിച്ച് 5 ലക്ഷം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 6 ലക്ഷം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അവര് പെരുകി. നമ്മളെക്കാൾ കൂടുതൽ അവരാണെന്ന് ഈജിപ്തുകാർ തന്നെ പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചാട്ടെ. അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. ഒരു വിശദീകരണം ഞാൻ പറയുകയാണ്. മിസ്രൈമില് അഥവാ ഈജിപ്തിലെ എലീം എന്നും റഫാദീം എന്നും ഒക്കെ പറയുന്ന ഒയാസിസുകളിൽ, മരിപ്പച്ചകളിൽ കുടിയേറി പാർത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു, ഗോത്രവർഗക്കാർ. ഹിക്സോസ് എന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. അവരുടെ നേതാവിന്റെ പേര് ഹിക്സോസ് എന്നായിരുന്നു. ഹിക്സോസ് ഗോത്രക്കാരാണ്. ഫറോ രാജാക്കന്മാരുടെ 15-ാമത്തെ ഡൈനാസ്റ്റി വന്നപ്പോൾ അവരുടെ ശക്തന്മാരല്ലായിരുന്നു. അവരെ തോൽപ്പിച്ചിട്ട്, അവരെ ആട്ടിക്കളഞ്ഞിട്ട് ഹിക്സോസ് രാജാവ് അവിടെ ഭരണത്തിൽ വന്നു. ഹിക്സോസ് അവിടെ ഭരണം പിടിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് യോസഫ് അവിടെ ചെല്ലുന്നത്, അടിമയായി ചെല്ലുന്നത്. അങ്ങനെ ഈ മിസ്രൈമിൽ നിന്നിലേക്ക് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഹിക്സോസിന് താല്പര്യമായിരുന്നു. അവരാണ് അനുവാദം കൊടുത്തത്. അവരും ആട്ടിടയന്മാരായിരുന്നു. ഇസ്രായേൽ മക്കളും ആട്ടിടയന്മാരായിരുന്നു. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മിസ്രൈമ്യർക്ക് ഇടയന്മാരെ വെറുപ്പാണെന്ന്. അവർക്ക് ഇടയന്മാരെ ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ ഇസ്രായേൽ മക്കളെ അവിടെ പാർപ്പിച്ചു. ഗോശൻ ദേശത്തെ ഏറ്റവും ഫലപുഷ്ടമായ ദേശത്ത് താമസിപ്പിച്ചു. അവര് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി, ദേശം നിറഞ്ഞു. അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, വീണ്ടും ഫറോ രാജാക്കന്മാർ ബലപ്പെട്ടു. ഹിക്സോസിനെയും കൂട്ടരെയും പുറത്താക്കിയിട്ട് അവര് അധികാരത്തിൽ വന്നു. അങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ അവര് ഇസ്രായേൽ മക്കളോട് വെറുപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ചെന്ന് ഏതാണ്ട് 400 വർഷം അവരെ സേവിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഫറോ രാജവംശം വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ മക്കളെ അവിടുന്ന് പുറത്താക്കുവാൻ അവർ ശ്രമിച്ചു. അതിനവർ ചെയ്ത പരിപാടി, അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിച്ചു. ഇന്ന് ഈജിപ്തിൽ ചെന്നാൽ അവിടെ കാണുന്ന പിരമിഡുകളൊക്കെ അവരെ കൊണ്ട് പണിയിപ്പിച്ചതാണ്. റമസേസ്, പീതോം എന്ന് പറയുന്ന സംഭാര നഗരങ്ങൾ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വലിയ പിരമിഡുകളെല്ലാം അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്. അവിടെ ചെന്നാൽ അറിയാം, റമസേസ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ്. അവിടുത്തെ ഒരു ഫറവോനായിരുന്നു റംസേസ്. റംസി എന്നുള്ള പേരുകാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് കൂടുതലും. ആര് ചോദിച്ചാലും റംസി എന്നാ പേര് പറയുന്നത്.
അപ്പോൾ അതുപോലെ അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തി. മാത്രമല്ല, അടുത്ത വാചകം നിങ്ങൾ നോക്കിയേ, അവർ പെരുകിയിട്ട് അവർ നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. ഫറോ പറയാണ്, അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി നമ്മൾ ഈ രാജ്യം വിട്ടു പോകുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അവർ പീതോം, റംസേസ് എന്ന ഭണ്ഡാര നഗരങ്ങളെ ഫറവോന് പണിതു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അവര് പറയുകയാണ്, ഇവര് ശക്തിയും ബാഹുല്യമുള്ള മനുഷ്യരാണ്. ഇവരിനി ഇങ്ങനെ പെരുകി വന്നാൽ നമ്മുടെ ശത്രുക്കൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇവരവിടുന്ന് ആട്ടി ഓടിച്ച ഹിക്സോസും പാർട്ടികളും അവിടെ റഫദീമിൽ താമസിക്കുന്നുണ്ട്. ആ ശത്രുക്കളോട് ചേർന്നൊരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മൾ നമ്മുടെ രാജ്യം വിട്ടു പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവം പെരുമാറണം. അതിനെന്താണ് ചെയ്തത്? അവരെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. വയലിലെ വേലയെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കഠിന പ്രവൃത്തി അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ചു. സകല പ്രയത്നത്താലും അവരുടെ ജീവിതത്തെ കയ്പാക്കി കളഞ്ഞു. എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള സൂതികർമ്മിണികൾക്ക് ഓർഡർ കൊടുത്തു. എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെല്ലുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊന്നുകളയണം, പെണ്ണാകുന്നെങ്കിൽ ജീവനോടെ വെച്ചേക്കണം. ആദ്യത്തെ വ്യവസ്ഥ അതാണ്, ആൺകുട്ടികളെ എല്ലാം കൊല്ലുക. പക്ഷേ സൂതികർമ്മിണികൾ ഒരു പരിപാടി ചെയ്തു, ആൺകുട്ടികളെ ജീവനോടെ രക്ഷിച്ചു. അവർ ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് സൂതികർമ്മിണികളെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ഇവര് പീഡിപ്പിക്കും തോറും വർദ്ധിച്ച് പ്രബലരായി തീർന്നു. അപ്പോൾ ഫറവോൻ പറയുകയാണ്, നിങ്ങൾ കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ച് സൂതികർമ്മികളെ വരുത്തി അവരെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ അവര് പറയാണ്, എബ്രായ സ്ത്രീകൾ മിസ്രൈമ സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തറമുള്ളവരാണ്. സൂതികർമ്മികൾ അവരുടെ അടുക്കൽ ചെല്ലുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചു കഴിയും. അതുകൊണ്ടാണ് അവരെ ജീവനോടെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് വേറൊരു കൽപ്പന പുറപ്പെടുവിച്ചു, ആൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയെല്ലാം നൈൽ നദിയിൽ ഇട്ട് കളയണം, പെൺകുട്ടികളാണെങ്കിൽ ജീവനോടെ സൂക്ഷിക്കണം. നൈൽ നദിയിൽ മുതലകളെ വളർത്തുന്ന ഭാഗമുണ്ട്. പ്രത്യേക ഏരിയയിൽ മുതലകളുടെ കൂട്ടമാണ്. അവിടെ കൊണ്ട് കുഞ്ഞുങ്ങളെ ഇടണം. മുതലയെല്ലാം അതിനെ തിന്നിട്ട് ഇവർ ഈ മുതലെ ഭക്ഷിക്കും. മുതലകൾ തടിച്ചു കൊഴുത്ത് വളരും. പലതരത്തിലുള്ള മുതലകളുണ്ട്, നമുക്കറിയാം. അലിഗേറ്റർ ഉണ്ട്, ക്രൊക്കഡൈലുണ്ട്, ഇങ്ങനെ പലതരത്തിലുണ്ട്. ഇതിൽ ക്രൊക്കഡൈലിനെയാണ് ഇവർ കൂടുതൽ ഭക്ഷിക്കാറുള്ളത്. അപ്പൊ അതിനിട്ട് കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10 ബാധകൾ മിസ്രൈമിലേക്ക് ദൈവം അയക്കുന്നത്. ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ ഫറോ തയ്യാറായില്ല. അപ്പോൾ അവിടുത്തെ ദൈവങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം തീരുമാനിച്ചു. മിസ്രൈമിൽ പ്രധാനപ്പെട്ട 18 ദേവന്മാരെയാണ് അവര് ആരാധിച്ചിരുന്നത്. ഓരോ ഗ്രാമങ്ങളിലും ഓരോരോ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈജിപ്തിൽ ചെന്നാൽ ഫറോ വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. അവിടെ ചെന്നാൽ അവരാരാധിച്ചിരുന്ന ദൈവങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ചെന്നാൽ അവരുടെ ദൈവങ്ങളെല്ലാം അവരുടെ പേരുകളോടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 10 ദേവീദേവന്മാരുണ്ടായിരുന്നു. അവർക്കെതിരായിട്ടാണ് 10 ബാധകൾ ദൈവം അയച്ചത്.
പല പല ദൈവങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത പദ്ധതിയായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ ബാധയായിരുന്നു രക്തം വെള്ളമായത്. നൈൽ നദിയിലെ വെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളമാണ്. കാരണം ആഫ്രിക്കയുടെ അങ്ങേറ്റത്തുനിന്ന് ഒഴുകി വരുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ്. അവിടുത്തെ വെള്ളമല്ല, നല്ല ശുദ്ധമായ വെള്ളമാണ്. ആ വെള്ളമാണ് അവർ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വെള്ളം രക്തമായി തീർന്നു. വെള്ളം, നല്ല വെള്ളം അവർക്ക് കൊടുക്കുന്നത് അമൂൻ റേ എന്ന് പറയുന്ന ദൈവമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് നല്ല വെള്ളം അവർക്ക് ലഭിക്കുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു ബാധയായിരുന്നു വെള്ളം രക്തമാക്കിയത്. തിരിച്ച് ആ വെള്ളത്തെ ശുദ്ധിയാക്കുവാൻ അവരുടെ അമൂൻ റേക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഫറവോനാകെ അങ്കലാപ്പിലായി. രണ്ടാമത്തെ ബാധ നോക്കുക, തവള. ഐസിസ് എന്ന് പറയുന്ന ഒരു ദേവിയാണ് അവര് ആരാധിച്ചിരുന്നത്. ഇസ്രായേൽ മക്കൾ വളരെ ഭയപ്പെടുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ദേവിയായിരുന്നു ഐസിസ്. ജൂൺ എന്ന് പറയുന്ന ഫറവോയുടെ മകളായിരുന്നു ഐസിസ്. അവളെ പിന്നീട് ദേവിയായിട്ട് പ്രഖ്യാപിച്ചു. അതൊക്കെ ഒത്തിരി വിവാദ വിഷയങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഓർപ്പിക്കുന്നില്ല. ഓർത്തിരിക്കാൻ വേണ്ടി ഇത്രയും പറയുന്നു. നൈൽ നദിയുടെ മാതാവായിട്ടാണ് ഐസിസിനെ അവർ ആരാധിച്ചിരുന്നത്. മദർ ഓഫ് നൈൽ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ നൈൽ നദിയിലെ തവളകളെയും മറ്റ് ജീവജാലങ്ങളെയും ക്രോക്കഡൈലിനെ എല്ലാം പരിപാലിക്കുന്നത് ഈ ദേവിയാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്ന ഐസിസ്. അതുകൊണ്ടാണ് തവള എന്ന ബാധ ഉണ്ടായത്. വെള്ളം രക്തമായപ്പോൾ തന്നെ തവളയെല്ലാം ചാടി കരയ്ക്കുകയാണ്. അവസാനം തവളയെല്ലാം നിറഞ്ഞിട്ട് അവരുടെ വീടുകളിലും കിച്ചണിലെല്ലാം തവള, കിടക്കയിലെല്ലാം തവള കൊണ്ട് നിറയുവാനിടയായി. ഒന്നും ചെയ്യാൻ ഐസിസിന് കഴിഞ്ഞില്ല. വെള്ളം രക്തമായപ്പോൾ ക്രോക്കഡൈലെല്ലാം ചത്തുപോയി. അങ്ങനെ ജലജീവികളൊക്കെ ചത്തുപോകുന്നതിനിടയായി. എന്നിട്ടും ഹൃദയം കഠിനമാക്കിക്കൊണ്ടേയിരുന്നു. മൂന്നാമത്, അത് ഈ തവളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കാം. തവള വീട്ടിൽ വന്നാൽ ഐസിസ് വീട്ടിൽ വന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ചില വിശ്വാസമുണ്ട്. തവളയെ കൊല്ലത്തില്ല, തവള ഏതോ ഐശ്വര്യ ദേവതയുടെ വാഹനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്ത്യയിലും ഉണ്ട്. അപ്പൊ ഐസിസ് വീട്ടിൽ വരികയാണ് തവള വരുമ്പോൾ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെങ്കിൽ ആ തവളയെല്ലാം ചത്തുപോകാനായിട്ട് ഫറവോ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിച്ചു. തവളയെല്ലാം ചത്തൊടുങ്ങി. ഒരു കൂമ്പാരമായിട്ട് കൂട്ടി ദേശം നാറുകയും ചെയ്തു എന്നാണ് ബൈബിളിൽ വായിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് ഐസിസിനൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അടുത്തത് പേൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്ത് മറ്റ് ജീവികൾ, ക്ഷുദ്രജീവികൾ ഉപദ്രവിക്കാതെ സൂക്ഷിക്കുന്നത് അസ്തോരത്ത് എന്ന് പറയുന്ന ദേവിയാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അസ്തോരത്തിനെതിരായിട്ടാണ് പേനിനെ വരുത്തിയത്. തല മുഴുവൻ പേൻ കൊണ്ട് നിറയുകയാണ്, ആളുകൾക്ക് പ്രശ്നമാകുകയാണ്. അസ്തോരത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അടുത്തത് നായീച്ച. കീവൻ എന്ന് പറയുന്ന ദൈവമാണ് നായ്ക്കളുടെ ദൈവമായിട്ട് അവർ കരുതുന്നു. ഇതെല്ലാം ഞാൻ ഈ പറയുന്നതൊക്കെ വേദപുസ്തകത്തിലുണ്ട്. ഈ ദൈവങ്ങളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ വാക്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 44 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കീവിനെ കുറിച്ചും റെഫാൻ ദേവനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ടോ? പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക. ഒരു മിനിറ്റ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
പക്ഷേ ഞാൻ തന്നെ വായിക്കാം. നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചത് നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യ കൂടാരം ഉണ്ടായിരുന്നു, അതാണോ? അല്ലല്ല, താഴോട്ട് പോണം. 56 വാക്യം നോക്കിയേ. 56. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും അതല്ലല്ലോ. അല്ല, ഇതാ നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും രാഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നുവല്ലോ. എത്രാം വാക്യം? എനിക്ക് ശരിക്കും കാണത്തില്ല. 48 വാക്യമാണ് തോന്നുന്നു, അല്ലേ? 46 അല്ല, അപ്പോസ്തല പ്രവൃത്തി 7 അല്ലേ? അതോ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 7:46 അല്ല. നോക്കട്ടെ, ഈ വാക്യം എത്രാന്ന് നോക്കിയോ. എത്രാം വാക്യം? നാൽപ്പത്തിമൂന്ന്. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അല്ല 49 ആയിരിക്കും. സ്വർഗം എനിക്ക് സിംഹാസനമാകുന്നു, ഭൂമി എന്റെ 7-ാം അധ്യായമാണോ അപ്പോസ്തല പ്രവൃത്തികൾ? അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 7. ആ വാക്യം എങ്ങനെ പാസ്റ്റർ തുടങ്ങുന്നേ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ 43 വായിച്ചേ. നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ, ഞാനതാ വായിച്ചത്. നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. ഓക്കെ, അത് ഇങ്ങനെ തുടങ്ങുന്ന. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലേക്കിന്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ അത് 43. അത് തന്നെ പറഞ്ഞു. അത് തുടങ്ങുന്നത് ഇസ്രായേൽ ഗൃഹം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, മോലോക്കിന്റെ കൂടാരം, രാഫാൻ ദേവന്റെ നക്ഷത്രം, ഇതെല്ലാം ബൈബിളിൽ ഇങ്ങനെ ഓരോ ദൈവങ്ങളെ കുറിച്ച്, അവർ അന്ന് ആരാധിച്ച ദൈവങ്ങളെ കുറിച്ച് പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിലുണ്ട്, യിരെമ്യാവിന്റെ പ്രവചനത്തിലുണ്ട്. ഞാൻ പിന്നീട് ആ വാക്യങ്ങളൊക്കെ എടുത്തുതരാം. അപ്പോൾ കീയൂൻ എന്ന് പറയുന്ന ദൈവം പട്ടിയെ സംരക്ഷിക്കുന്ന ദൈവമായിട്ടാണ് അവർ കരുതിയിരുന്നത്. അതിന് കുഴപ്പമൊന്നും വരാതെ അതിനുവേണ്ടി ഒരു ദൈവത്തെ ആക്കിയിരുന്നു. പട്ടി, പൂച്ച തുടങ്ങിയവയൊക്കെ സംരക്ഷിക്കുവാൻ. അതിൻ്റെ കൂടെ അവർ ആ ദൈവത്തിന്റെ കൂടെ തന്നെ വേറെ ദൈവങ്ങളും ഇതിൻ്റെയൊക്കെ സംരക്ഷണത്തിനായിട്ട് ഉണ്ടായിരുന്നു. അനീബസ് എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. അതുപോലെ ബാസ്തീസ് എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇതിനകത്ത് കൂട്ടു ദൈവങ്ങളാണ്. പൂച്ച, പട്ടി ഇങ്ങനെയുള്ളതിനെല്ലാം സംരക്ഷിക്കുന്ന ദൈവങ്ങളായിരുന്നു. അതിനെതിരായിട്ടാണ് നായിച്ച എന്ന ബാധ അയച്ചത്. പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം പ്രശ്നമായി. നായിച്ചയെ കൊണ്ട് അവർ മടുത്തു. അടുത്തത് മൃഗവ്യാധി. നിങ്ങൾക്കറിയാം, ബാൽ എന്ന് പറയുന്ന ദൈവം അവിടുത്തെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു. പകുതി മനുഷ്യനും പകുതി മൃഗവും കൂടെ കൂടിയ ദൈവമാണ് ബാല്. നായനാർ എന്ന് പറയുന്ന പോലെ നായും നരനും കൂടെ കൂടിയത്. അതുപോലെ കുതിരയും മനുഷ്യനും കൂടെ കൂടിയതായിരുന്നു ബാല്. ബാലിന് ഗ്രീസ് ദൈവമാണ്. ഗ്രീസിൽ അതിന് ഹെർക്കുലീസ് എന്നാണ് പറഞ്ഞിരുന്നത്. അസ്കലോനിൽ ആ ദൈവത്തിന് പാൻ എന്നാണ് പറഞ്ഞിരുന്നത്. പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബാൽ ദേവനെതിരായിട്ടുള്ള ഒരു ബാധയായിരുന്നു മൃഗവ്യാധി. അയാളാണ് മൃഗങ്ങളെ സംരക്ഷിക്കുന്നവൻ. മൃഗങ്ങൾക്കെല്ലാം വ്യാധി ഉണ്ടായിട്ട് മൃഗമെല്ലാം ചത്തൊടുങ്ങുകയാണ്. ബാൽദേവൻ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. 6-മത്തേതും ഹോറസ് എന്ന് പറയുന്ന ദൈവമാണ്. ഐസിസിന്റെ ബ്രദർ ആയിരുന്നു ഹോറസ്. അവനാണ് മനുഷ്യർക്ക് വ്യാധികളൊന്നും ഉണ്ടാകാതെ സൂക്ഷിച്ചിരുന്നവൻ എന്നാണ് അവർ വിശ്വസിച്ചത്. അതുപോലെ മനുഷ്യർ മരിക്കുമ്പോൾ
അവരെ കൊണ്ടുപോകുന്നതും അവനാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അദീനി ദേവി എന്ന് പറയുന്നൊരു ദേവിയും കൂടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ, നാട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അവനെതിരായിട്ടാണ് മൂലവ്യാധി ഉണ്ടായത്, ട്യൂമർ മനുഷ്യർക്കെല്ലാം ഉണ്ടായത്. അടുത്തത് കൽമഴയാണ്. മഴയെല്ലാം നിയന്ത്രിക്കുന്നത് ഒസാറിസ് എന്ന് പറയുന്ന ദൈവമാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ആരെങ്കിലുമൊക്കെ എഴുതിയെടുക്കുന്നെങ്കിൽ എഴുതാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ സാവധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒസാറിസ് മഴ പെയ്യിപ്പിക്കുന്ന ദൈവമാണ്. അതിനെതിരായിട്ടാണ് കൽമഴ പെയ്യിപ്പിച്ചത്. കൽമഴ കൊണ്ട് കൃഷിയെല്ലാം നശിച്ചു, വീടുകളൊക്കെ തകർന്നു, ആകെ പ്രശ്നമായി. മൃഗങ്ങളുടെ മേൽ വീണ് ചത്തു, വയലിലുള്ള സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ മരിക്കാനിടയായി. 8ാമത്തെ വെട്ടുക്കിളിയാണ്. വിളവ് നന്നായിട്ട് കൊടുക്കുന്നത്, ഫലപുഷ്ടമാക്കുന്നത് ടൈസ് എന്ന് പറയുന്ന ദൈവമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. സാറ്റ് എന്ന് പറയുന്ന മറ്റൊരു ദൈവവുമുണ്ട്. ഈ ദൈവങ്ങൾക്കെതിരായിട്ടാണ് വെട്ടുക്കിളി അയച്ചത്. വെട്ടുക്കിളി വന്ന് ദേശം മുഴുവൻ മൂടി, പച്ചയായത് മുഴുവൻ തിന്നു തീർത്തു, വിളകൾ മുഴുവൻ നശിപ്പിച്ചു. ഒന്നും ചെയ്യാൻ അവരുടെ ദൈവങ്ങൾക്ക് കഴിഞ്ഞില്ല. അടുത്തത് കൂരിരുട്ടാണ്. സ്പർശിക്കത്തക്ക ഇരുട്ടുണ്ടായി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഒരുത്തൻ അവന്റെ സ്ഥാനം വിട്ട് എഴുന്നേറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വയ്യാത്ത പോലുള്ള ഇരുട്ടായി. റേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാഫാൻ എന്ന് പറയുന്ന ദേവനെതിരായിട്ടായിരുന്നത്. മുമ്പ് നമ്മൾ വായിച്ചില്ലേ, റാഫാൻ ദേവൻ. അവന്റെയാണ് നക്ഷത്രം. അവൻ ആ വെളിച്ചത്തിന്റെ സൂര്യദേവനാണ്. സൂര്യനെ മറച്ചു കളഞ്ഞു. എന്നിട്ട് രാഫാൻ ദേവൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നാട്ടിലൊക്കെ നക്ഷത്രമൊക്കെ ആളുകൾ തൂക്കുന്ന കണ്ടിട്ടില്ലേ? രാഫാൻ ദേവന് വേണ്ടിയാണ് നക്ഷത്രം തൂക്കുന്നത്, എടുത്തുകൊണ്ട് നടക്കുന്നത്. അത് യേശു ക്രിസ്തുവിന്റെ ജന്മദിനമായിട്ട് പിന്നീട് ആഘോഷിക്കപ്പെടാനിടയായി. ഡിസംബർ 25 അയാളുടെ ജന്മദിനമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. അവസാനത്തെ കടിഞ്ഞൂൽ സംഹാരം. ഇതെന്തിനാണ് കടിഞ്ഞൂൽ സംഹാരം വരുത്തിയതെന്ന് ഓർക്കണം. കടിഞ്ഞൂൽ സംഹാരം ഉണ്ടാക്കാൻ കാരണം ഇസ്രയേൽ മക്കളുടെ കടിഞ്ഞൂലുകളെ എല്ലാം കൊന്നുകളയുമെന്ന് ഫറവോൻ ഭീഷണിപ്പെടുത്തി. നിങ്ങൾ ഇനി ദൈവത്തെ ആരാധിക്കാൻ പോകണമെന്നും പറഞ്ഞ് ബഹളം വെച്ചാൽ ഇസ്രയേലിന്റെ കടിഞ്ഞൂലുകളെ മുഴുവൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. മോശയുടെ മകനെ കൊന്നുകളയുമെന്ന് ഫറവോൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ നിങ്ങളുടെ കടിഞ്ഞൂലുകളെ മുഴുവൻ കൊല്ലുമെന്ന് പറഞ്ഞു. അതിനെതിരായിട്ടാണ് ഇസ്രയേലിന്റെ കടിഞ്ഞൂലുകളെ മുഴുവൻ കൊല്ലുവാനായിട്ട് ദൈവം കടിഞ്ഞൂൽ സംഹാരം നടത്തിയത്. മറ്റൊന്ന്, ഈ കടിഞ്ഞൂലുകളെ എല്ലാം നിയന്ത്രിക്കുന്നത് അനീബസ് എന്ന് പറയുന്ന ദൈവമായിരുന്നു. ആ ദൈവത്തിന്റെ എതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു കടിഞ്ഞൂൽ സംഹാരം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, അവരുടെ നിയമം അനുസരിച്ച്, ഇസ്രയേലിന്റെ നിയമം അങ്ങനെയാണ്, വീട്ടിലെ മൂത്ത മക്കൾക്കാണ് പൗരോഹിത്യ അവകാശം. ശുശ്രൂഷകൾ ചെയ്യുവാൻ ദേവാലയത്തിൽ അവരുടെ യാഗത്തിനുമെല്ലാം ചെയ്യേണ്ടത് മൂത്ത മക്കളാണ്. മൂത്ത മക്കൾക്ക് ഇരട്ടി അവകാശവുമുണ്ട്. അപ്പൊ ദൈവം ചെയ്തത്, കടിഞ്ഞൂലിനെ മുഴുവൻ സംഹരിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ആരാധന നിൽക്കും. പിന്നെ ആരാധന നടത്താൻ ആളില്ല. കാരണം ഇസ്രായേൽ മക്കൾക്ക് അവിടെ ആരാധിക്കാൻ പറ്റത്തില്ല. 3 ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കണമെന്ന് അവർ പറഞ്ഞത്. അത് പറയാൻ കാരണം, മിസ്രൈമിൽ ആരാധിച്ചു കഴിഞ്ഞാൽ മിസ്രൈമരെ അവരെ തല്ലിക്കൊല്ലും. കാരണം പശുവിനെ കൊന്ന് യാഗം അർപ്പിച്ചെങ്കിലേ ഇസ്രായേലിന്റെ ദൈവം പ്രസാദിക്കത്തുള്ളൂ. മിസ്രൈമിലെ ദൈവമാണ് പശു. മൃഗങ്ങളെ കൊല്ലാനൊക്കത്തില്ല. ആടിനെ, പശുവിനെ കൊല്ലാൻ പറ്റത്തില്ല. ആടിനെ അവർ ഭക്ഷിക്കും, പക്ഷെ പശുവിനെ കൊല്ലാൻ പാടില്ല. പശുവിനെ കൊന്നാൽ അവർക്ക് വേദനിക്കും.
അതുകൊണ്ടാണ് 3 ദിവസത്തെ വഴി ദൂരം പോയി മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് അവർ പറയാൻ കാരണം. ഒന്ന്. മറ്റൊന്ന്, മിസ്രൈമിന്റെ ആരാധന കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു കടിഞ്ഞൂൽ സംഹാരം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ 18 ദൈവങ്ങൾക്കെതിരായിട്ടാണ് 10 ബാധകൾ ദൈവം അയച്ചത്. ഇങ്ങനെ ഇസ്രായേൽ മക്കളെ അവിടുന്ന് വിടുവിച്ച് അവർ പോകുമ്പോൾ അവർ പോയിടത്തെല്ലാം ഈ മല്ലന്മാരെ സംഹരിച്ചു കളയുവാൻ വേണ്ടി പ്രത്യേകം അവരെ ദൈവം താലന്തുകളെ ഏൽപ്പിച്ചു. എല്ലാ മല്ലന്മാരെയും ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കും. എന്നിട്ടും സാത്താന്റെ ഈ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ദൈവം തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന 2 ഗ്രൂപ്പിൽ നിന്നാണ് ദൂതന്മാർ ഭൂമിയിലേക്ക് വന്നത്. ആ ദൂതന്മാരെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിനകത്തുള്ളതാണ് അസസേല്, ബേസബൂല്, മാമോന്, ഇങ്ങനെയുള്ള ദൂതന്മാരൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം അശുദ്ധാത്മാക്കളാണ്, അശുദ്ധ ദൂതന്മാരാണ്, പൈശാചിക ദൂതന്മാർ. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ ഈ 4 ദൂതന്മാരെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. കാൽവറിയിൽ അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരെ ബന്ധിച്ച് എന്നേക്കുമുള്ള ന്യായവിധിക്കായിട്ട് കാപ്പാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി മഹോദരകാലത്ത് ഈ നദീതീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുമെന്ന് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദൂതന്മാരെ കൂട്ടിയിട്ടെങ്കിലും ഇവരുടെ സൈന്യത്തിൽപ്പെട്ട ഭൂതങ്ങൾ ഇന്നും ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂതാത്മാക്കളാണ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. അതാണ് ബൈബിളിൽ പറയുന്നത്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ ദൂതന്മാരുടെ വേഷത്തിൽ പിശാച് പല സഭകളിലും പ്രവർത്തിക്കുന്നു, പല മനുഷ്യരിലും പ്രവർത്തിക്കുന്നു, പല ഇടങ്ങളിലും പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കെതിരായിട്ട് സാത്താൻ പോരാടുന്നത് കൊണ്ട് നമ്മുടെ ഈ യാത്രയിൽ നമ്മെ രക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ദൂതന്മാരെയും ദൈവം ആക്കിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം ദൂതന്മാരെ നമുക്ക് കാവലിനായിട്ട് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്, ദൈവത്തിന്റെ ദൂതന്മാരെ നമ്മുടെ കാവലിന് വേണ്ടി ആക്കിയിരിക്കുമ്പോൾ എന്തൊക്കെ ചുമതലകളാണ്, ഡ്യൂട്ടിയാണ് ദൂതന്മാർക്ക് കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഇനി തുടർന്നുള്ള ആഴ്ചകളിൽ ചിന്തിക്കാൻ പോകുന്നത് ദൂതന്മാരുടെ ചുമതലകളെ കുറിച്ചാണ്. ഡിപ്പാർട്ട്മെന്റുകൾ, ചുമതലകൾ, എന്തൊക്കെയാണ് ദൂതന്മാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നമ്മൾ എങ്ങനെയായിരുന്നാൽ ദൂതന്മാരുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൂതന്മാർ നമ്മളോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്, ദൂതന്മാരെ ദൈവമാക്കുന്നത് നമുക്ക് വഴി കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാമോ? വായിക്കാം പാസ്റ്റർ, ഒരു മിനിറ്റ്. പുറപ്പാട് പുസ്തകം 23-15. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം, അതല്ലേ? 23-15. 23-15. നിങ്ങൾ
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക. അന്നല്ലോ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എന്റെ മുമ്പാകെ വരരുത്. അതല്ലേ? അടുത്ത വായിച്ചോ. ഓക്കെ. വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലം എടുക്കുന്ന കൊയ്ത്തു പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കിട്ടിത്തീരുമ്പോൾ കായികനി പെരുന്നാളും ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുൻപാകെ വരണം. എന്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടു കൂടെ അർപ്പിക്കരുത്. എന്റെ യാഗമേധസ് ഉഷകാലം വരെ ഇരിക്കുകയും അരുത്. നിന്റെ ഭൂമിയുടെ ആദ്യ വിളവുകളിലെ പ്രഥമ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ദൈവം നമ്മുടെ യാത്രയ്ക്ക് നമുക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി, നമ്മെ കാക്കേണ്ടതിന് വേണ്ടി ദൂതനെ മുമ്പിൽ അയക്കണമെങ്കിൽ അതിന് മുമ്പ് ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അതാണ് പുളിപ്പില്ലായ്മ ആചരിക്കണം, ദൈവത്തെ ബഹുമാനിക്കണം, പുളിപ്പ് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് മുമ്പിലാണ് ദൈവം ദൂതന്മാരെ അയക്കുന്നത്. അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പാടില്ല. പുളിപ്പ് അശുദ്ധിയെ കാണിക്കുന്നു. അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പേ വഴി കാട്ടുവാൻ ദൂതൻ വരത്തില്ല. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥിച്ച് ഒരു വഴിക്ക് നിങ്ങൾ പോകുമ്പോൾ ദൈവം തന്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പായിട്ട് അയക്കും. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ കാക്കും. നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾക്ക് മുമ്പേ പോയി വഴിയൊരുക്കും. പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് മുമ്പായി അവിടുത്തെ ദൂതനെ അയക്കണമേ, വിശുദ്ധ ദൂതന്മാർ എനിക്ക് കാവലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര ചെയ്യും. പക്ഷെങ്കിൽ നമ്മുടെ ഭാഗത്ത് പുളിപ്പുണ്ടാകാൻ പാടില്ല. വിശുദ്ധിയോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ദൈവം തന്റെ കൽപ്പനയിൽ, വാഗ്ദത്തത്തിൽ ഉത്തരവാദിത്തമുള്ളവനായിരിക്കും. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് മുമ്പായിട്ട് കടന്നു വരും. ഞാൻ പറയുകയുണ്ടായി, എപ്പോൾ മുതലാണ് ദൂതന്മാരുടെ കാവൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയെടുക്കുന്നെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 8-ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 8 വായിക്കാമോ? മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. മനുഷ്യപുത്രനെ മതി. എപ്പോൾ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ വായ്കൊണ്ട് ഏറ്റുപറയുന്നോ, യേശുക്രിസ്തു എന്റെ രക്ഷകനാണെന്നും ദൈവപുത്രനെന്നും അംഗീകരിച്ച് ഏറ്റുപറയുന്ന നിമിഷത്തിൽ ദൈവം ദൂതന്മാരുടെ മുമ്പിൽ നമ്മളെക്കുറിച്ച് ഏറ്റുപറയും. അവൻ എന്നെ ഏറ്റുപറഞ്ഞ, സ്വീകരിച്ച ദൈവ പൈതലാണ് എന്ന് പറയുമ്പോൾ തന്നെ ദൂതന്മാർ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഇൻചാർജായിട്ട് മാറുകയാണ്. ലോകത്തിൽ സെക്യൂരിറ്റി ഉള്ളത് വലിയ വലിയ ആൾക്കാർക്കേ ഉള്ളൂ. നമ്മുടെ പ്രസിഡന്റിനെ പോലുള്ളവർക്ക്, ഇന്ത്യയിലെ മോദിയെ പോലുള്ളവർക്കൊക്കെ വലിയ സെക്യൂരിറ്റി ഉള്ളു. എവിടെ പോയാലും, മോദി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാലും സെക്യൂരിറ്റിയും ആൾക്കാരെല്ലാം ചുറ്റും വട്ടമിട്ട് നിൽക്കും. ഇത് നിസ്സാരന്മാരായ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ കാവലിന് വേണ്ടി നമ്മളോടൊപ്പം വരികയാണ്. അപ്പൊ ശ്രേഷ്ഠമായൊരു പദവിയിലേക്കാണ് യേശുക്രിസ്തുവിനെ ഏറ്റെടുത്ത ദൈവമക്കളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദൂതന്മാരുടെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് തുടർന്നുള്ള ആഴ്ചകളിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചിന്തിക്കുക. ഞാൻ നിസ്സാരപ്പെട്ട വ്യക്തിയല്ല. VIP ലെവലിൽ ദൈവം എന്നെ ആക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ
നമുക്ക് ലഭിക്കത്തക്ക നിലയിൽ ഉന്നതമായ നിലയിലേക്ക് ദൈവം നമ്മെ മാറ്റിയിരിക്കുകയാണ്. കർത്താവിനെ ഏറ്റുപറഞ്ഞ് ധൈര്യസമേതം മുന്നേറുമ്പോൾ പേടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.